ഭാഷകളുടെ ഉത്ഭവം. പ്രളയത്തിനുശേഷം നോഹയുടെ പുത്രന്മാർക്ക് ധാരാളം മക്കളും പേരക്കുട്ടികളും ഉണ്ടായിരുന്നു. അവരെല്ലാം ഒരേ ഭാഷയാണ് സംസാരിച്ചത്. ഭൂമിയിൽ ജനവാസം വർദ്ധിപ്പിക്കാനും അതിനെ പരിപാലിക്കാനും ദൈവം ആളുകളോട് കൽപ്പിച്ചു. ആളുകൾ ദൈവഹിതം അവഗണിച്ചു. അവരെത്ര പ്രധാനമാണെന്ന് കാണിക്കാൻ ആകാശത്തോളം എത്തുന്നൊരു ഉയരമുള്ള ഗോപുരം പണിയാൻ തീരുമാനിച്ചു. ദൈവം അവരുടെ അനുസരണക്കേടും അവരുടെ ദുഷ്ടഹൃദയങ്ങളും കണ്ടപ്പോൾ അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവരുടെ ഭാഷകൾ കലർത്തി ഗോപുരത്തിന്റെ നിർമ്മാണം നിർത്തി. ബാബേൽ ഗോപുരം എന്നാണ് ദൈവം ആ ഗോപുരത്തിന്റെ പേര്. ബാബിലോൺ എന്നാൽ ആശയക്കുഴപ്പത്തിലായത് അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലായത് എന്നാണ് അർത്ഥമാക്കുന്നത്. പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടങ്ങൾ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന മറ്റു ഗ്രൂപ്പുകളിൽ നിന്ന് വേർപിരിഞ്ഞു. ആളുകൾ ഭൂമിയിലുടനീളം ചിതറിക്കിടക്കുന്നതുവരെ. ലോകമെമ്പാടും ഒരു ഭാഷ മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. അവർ ഒരേ വാക്കുകൾ ഉപയോഗിച്ചു. ആളുകൾ കിഴക്കോട്ട് നീങ്ങിയപ്പോൾ അവർ ബാബിലോൺ ദേശത്തൊരു താഴ്വര മുറിച്ചുകടന്ന് അവിടെ താമസമാക്കി. നമുക്ക് ഇഷ്ടികകളുണ്ടാക്കി അവ കഠിനമാകുന്നതുവരെ ചുടാം, അവർ പരസ്പരം പറഞ്ഞു. അതിനാൽ അവർ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിനു പകരം ടാറും ഉപയോഗിച്ചു. പിന്നെ അവർ പറഞ്ഞു, വരൂ, നമുക്കൊരു നഗരവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയാം. അങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിൽ നാം ചിതറിക്കിടക്കാതിരിക്കാം. ആളുകൾ പണിയുന്ന നഗരവും ഗോപുരവും കാണാൻ ദൈവം ഇറങ്ങിവന്നു. തീർച്ചയായും അവരൊരു ജനതയാണ്, എല്ലാവരും ഒരേ ഭാഷ സംസാരിക്കുന്നുവെന്ന് ദൈവം പറഞ്ഞു. ഇതവർ ചെയ്യുന്നതിന്റെ തുടക്കം മാത്രമാണ്. അവരുടെ മനസ്സിലുള്ളത് ഇപ്പോൾ അവർക്ക് സാധിക്കും. വരൂ, നമുക്കിറങ്ങിച്ചെന്ന് ആ ഭാഷ പരസ്പരം മനസ്സിലാകാത്ത വിധം കലക്കാം. അങ്ങനെ ദൈവം അവരെ അവിടെ നിന്ന് മുഴുവൻ ഭൂമുഖത്തും ചിതറിച്ചു. നഗരത്തിന്റെ നിർമ്മാണം നിന്നു. ദൈവം അവിടെ നിന്ന് മുഴുവൻ ഭൂമിയുടെയും ഭാഷ കലക്കിയതിനാൽ നഗരത്തിന് ബാബേൽ എന്ന് പേരിട്ടു. അവിടെ നിന്ന് ദൈവം അവരെ മുഴുവൻ ഭൂമിയിലും ചിതറിച്ചു. 1. ഗോപുരം പണിയുന്നതിലൂടെ ആളുകൾ എന്താണ് നേടാൻ ആഗ്രഹിച്ചത്? 2. ഗോപുരത്തിന്റെ നിർമ്മാണം ദൈവം നിർത്തിയതെന്തുകൊണ്ട്?